കണ്ണൂരിലെ കളി കാണാൻ പരുന്തൊന്നിറങ്ങിയതാണ്. കളി മാത്രം കണ്ടുപോകുന്ന ശീലം പണ്ടേ ഇല്ലാത്തതുകൊണ്ട് കുറച്ചു കാര്യം കൂടി കാണാമെന്ന് വെച്ചു. പരുന്ത് കണ്ടത് രണ്ട് കാര്യങ്ങൾ: യാഥാർത്ഥ്യമായൊരു സ്റ്റേഡിയവും സ്വപ്നമായൊരു പാർക്കിങ്ങും. കണ്ണൂരിൽ പരുന്ത് ആദ്യം പറഞ്ഞത് ജവഹർ സ്റ്റേഡിയത്തിന് മുകളിലൂടെയാണ്. ശിവനേ, ഇത് ഏത് സ്ഥലം എന്നാണ് ആദ്യം തോന്നിയത്. കാരണമുണ്ടേ, ഏതാനും നാൾ മുന്നേ വരെ കോർപ്പറേഷന്റെ സകല വേസ്റ്റും കൂട്ടിയിട്ടിരുന്ന സ്ഥലമാണ്. ആക്രി മുതൽ തകരാറിലായ വണ്ടികൾ വരെ ഈ ഗ്രൗണ്ടിലുണ്ടായിരുന്നു. എന്തായാലും ഇതൊന്ന് പച്ച പിടിച്ചല്ലോ, സന്തോഷം. മുനിസിപ്പൽ സ്റ്റേഡിയം എന്നൊക്കെ പേരുണ്ടെങ്കിലും ഇത്രകാലം ഡംപിംഗ് യാർഡായിരുന്നു. എന്തായാലും ഗ്രൗണ്ട് നന്നാക്കാൻ സൂപ്പർ ലീഗ് കേരളയെ കാത്തിരുന്ന മഹാനുഭാവർക്ക് പ്രത്യേകം നമോവാകും. ഇവിടെ തന്നെ നിന്ന് നോക്കിയാൽ മുനിസിപ്പൽ ജവഹർ സ്റ്റേഡിയത്തിന്റെ പരിസരം മൊത്തം കാണാം. ഇഷ്ടംപോലെ വണ്ടികൾ, എല്ലാം തോന്നിയ പോലെ പാർക്ക് ചെയ്തിരിക്കുന്നു. നോ പാർക്കിംഗ് ബോർഡിന്റെ കീഴിലടക്കം വണ്ടികളാണ്. എവിടെ തോന്നുവോ അവിടെ പാർക്കിംഗ്. ഈ ട്രാഫിക് പോലീസുകാർക്കൊക്കെ ശരിക്കും എന്താണോ പണി? പാർക്കിംഗ് പ്രശ്നം സ്വിച്ചിട്ട പോലെ നിർത്തുമെന്ന് പറഞ്ഞാണ് 8 കൊല്ലം മുന്നേ കോർപ്പറേഷൻ മൾട്ടി ലെവൽ പാർക്കിംഗ് സംവിധാനം സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. എന്തായാലും കഴിഞ്ഞ ദിവസം അത് ഉദ്ഘാടനം ചെയ്തു. തെറ്റിദ്ധരിക്കരുത്, തിരഞ്ഞെടുപ്പ് അടുത്തതുകൊണ്ടൊന്നും അല്ല കേട്ടോ. മൾട്ടി ലെവൽ പാർക്കിങ്ങിന്റെ പേരിൽ കോടികൾ ആരുടെയൊക്കെയോ പോക്കറ്റിലേക്ക് പോയെന്നും കരക്കമ്പിയുണ്ട്. എന്തായാലും 5-6 നിലകളുണ്ട്. പക്ഷേ ഏറ്റവും താഴത്തെ നിലയിൽ മാത്രമേ ഇതുവരെയും വാഹനങ്ങൾ പാർക്ക് ചെയ്ത് കണ്ടിട്ടുള്ളൂ. ഇനിയിപ്പോൾ 30 രൂപ കൊടുക്കാൻ ആൾക്കാർക്ക് മടിയായിട്ടാണോ? അല്ല, കാരണം ഉദ്ഘാടന ഓഫറായി സൗജന്യ പാർക്കിംഗ് പ്രഖ്യാപിച്ച ആഴ്ചയിലും ഇങ്ങനൊരു സ്ഥിതി വരില്ലല്ലോ. മൾട്ടി ലെവൽ പാർക്കിംഗ് പരാജയപ്പെടാനുള്ള കാരണം നാട്ടുകാരോട് ചോദിച്ചാൽ സിമ്പിളായി മനസ്സിലാക്കാം. പോലീസ് ഫൈൻ അടിച്ചാൽ കൂടി വന്നാൽ ഒരു 500 രൂപയെ നഷ്ടമാകും. ഈ പാർക്കിങ്ങിൽ കൊണ്ടുപോയി വെച്ചാൽ ചിലപ്പോൾ വാഹനം തന്നെ നഷ്ടമായിരിക്കും. അത്രയ്ക്കാണ് ഇതിലുള്ള ജനങ്ങളുടെ വിശ്വാസം. 8 വർഷം മഴയും വെയിലും മഞ്ഞും കൊണ്ട് ഇരുമ്പ് തുരുമ്പിക്കുമെന്നത് കോമൺ സെൻസ് ആണല്ലോ. നാട്ടുകാരുടെ ആ സാമാന്യ ബോധ്യത്തെ ചോദ്യം ചെയ്യാനും വയ്യ. സൂപ്പർ ലീഗ് ഫുട്ബോൾ മത്സരം കാണാനെത്തുന്നവരുടെ വാഹനങ്ങൾക്ക് ഇവിടെ പാർക്കിംഗ് സൗകര്യം ഉണ്ടാകുമെന്ന് അറിയിച്ചിരുന്നേ. പക്ഷേ വാഹനങ്ങൾ എത്തിയപ്പോൾ ഓപ്പറേറ്റ് ചെയ്യാൻ ആളില്ലെന്നാണ് അറിഞ്ഞത്. അതായത് ആനയെ വാങ്ങി, തോട്ടി വാങ്ങിയില്ല. ഈ പഴഞ്ചൊല്ലിന് കോടികളുടെ വിലയുണ്ടെന്ന് കണ്ണൂരിലെത്തിയാൽ എല്ലാവർക്കും ബോധ്യപ്പെടും. മൾട്ടി ലെവൽ പാർക്കിംഗ് സംവിധാനം കെട്ടിപ്പൊക്കിയ സ്ഥലം വെറുതെ ഇട്ടിരുന്നെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാമായിരുന്നില്ലേ എന്നാണ് നാട്ടുകാരുടെ ചോദ്യം. നാട്ടുകാരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ഇതുപോലെ തോട്ടിയില്ലാത്ത ആനയും തെളിച്ച് അടുത്തയാഴ്ച വീണ്ടും വരാം. നമസ്കാരം.